So in this video, we are going to discuss some key points അല്ലെങ്കിൽ factors which is super essential for a UX UI product designer, right? So നമുക്കറിയാവുന്ന കാര്യമാണ് UX UI എന്ന് പറയുന്നത് ജസ്റ്റ് ഫിഗ്മ മാസ്റ്റർ ചെയ്യുന്നതല്ല, സ്ക്രീൻസ് വൺ ബൈ വൺ ഡിസൈൻ ചെയ്യുന്നത് മാത്രമല്ല, അതിനപ്പുറത്തുമാണ്. ഇറ്റ്സ് മച്ച് മോർ, റൈറ്റ്? ഇറ്റ്സ് മച്ച് ബിയോണ്ട് ദോസ് ഓൾ തിങ്സ്. So in the video, we are going to explore things like retention, user flow, onboarding, pain point, A/B testing, these things. So make sure to watch this video till the end. Simplified explanation gittum with real examples. So let's start with retention. Okay, so ഞാൻ എപ്പോഴും ഒരു ടേം പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദി വേർഡ്, ഒറിജിൻ വേർഡ് ഓഫ് ഇറ്റ്, ഇംഗ്ലീഷ് ആയാലും മലയാളം. സോ റിട്ടൻഷൻ്റെ അർത്ഥം നിലനിർത്തുക എന്നാണ്. ഇഫ് യു ആർ എ സ്പോർട്സ് പേഴ്സൺ അറിയായിരിക്കും, ഒരു പ്ലെയറിനെ റിട്ടേൺ ചെയ്യാന്ന് പറയും, റിട്ടൻഡ് ചെയ്യാന്ന് പറയും, റൈറ്റ്? റിട്ടൻഷൻ എന്ന് പറയും. ഇപ്പോൾ ലെറ്റ്സ് സേ RCBയിൽ വിരാട് കോഹ്ലിനെ എപ്പോഴും റിട്ടേൺ ചെയ്യാറുണ്ട് എല്ലാ വർഷവും, റൈറ്റ്? സോ റിട്ടൻഷൻ, നിലനിർത്തുക. വെൻ ഇറ്റ് കംസ് ടു അവർ വേൾഡ്, ഡിസൈൻ വേൾഡ്, ഐ വിൽ ടേക്ക് ആൻ ഓഫ്ലൈൻ എക്സാമ്പിൾ, റൈറ്റ്? ഇമാജിൻ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ബാർബർ ഷോപ്പ് വന്നു. ഓക്കെ, സോ യു വെൻ ദെയർ ഫസ്റ്റ് ടൈം, ഇറ്റ് വാസ് ഗുഡ്. പിന്നെ നിങ്ങൾ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ട് പോയി, പിന്നെ നിങ്ങൾ പോകുന്നില്ല. സോ ദാറ്റ്സ് എന്താണ്? പിന്നെ നിങ്ങൾ പോയിട്ടേ ഇല്ല. സോ ദാറ്റ്സ് സം ബാഡ് റിട്ടൻഷൻ, നിലനിർത്താൻ പറ്റിയില്ല, റൈറ്റ്? ആൻഡ് അതർ സൈഡിൽ നോക്കുകയാണെങ്കിൽ, ഇഫ് സിനാരിയോ ഈസ് ലൈക്ക് ദിസ്, ബാർബർ ഷോപ്പിൽ നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നുണ്ട്, എപ്പോഴാണ് പോകേണ്ട ആവശ്യം അപ്പോഴൊക്കെ ആ ഒരു പെർട്ടിക്കുലർ ബാർബർ ഷോപ്പിലാണ് നിങ്ങൾ പോകുന്നത്. ദാറ്റ്സ് കോൾഡ് ഗുഡ് റിട്ടൻഷൻ. ആ ഒരു ബാർബർ ഷോപ്പിൻ്റെ ഓണർക്ക് നിങ്ങളുടെ ഒരു കസ്റ്റമറായിട്ട് നിലനിർത്താൻ പറ്റി, റൈറ്റ്? ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഇതാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ വെൻ കംസ് ടു അവർ വേൾഡ്, ഡിജിറ്റൽ വേൾഡ്, തിങ്ക് ഓഫ് ഇൻസ്റ്റഗ്രാം. വി ഡോണ്ട് സ്കിപ്പ് ഇൻസ്റ്റഗ്രാം കുറേ ദിവസത്തേക്ക്. റിട്ടൻഷൻ എപ്പോഴും ഇൻസ്റ്റഗ്രാമിലുണ്ട്. തിങ്ക് ഓഫ് ഡുവലിംഗോ യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ആ ഒരു സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ലേണിംഗ് ഒരു ഹാബിച്വൽ ആക്കാനൊക്കെ വേണ്ടിയിട്ട്, ലാംഗ്വേജ് പഠിക്കുന്ന കാര്യങ്ങൾ. സോ ഇറ്റ് ഹാവ് ഹൈ റിട്ടൻഷൻ ലൈക്ക് ഇൻസ്റ്റഗ്രാം. സോ വാട്ട് മേക്സ് ഗുഡ് റിട്ടൻഷൻ? കുറച്ച് ഫാക്ടേഴ്സ് എന്താ വെച്ചാൽ, യൂസേഴ്സിന് ഒരു പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആയിട്ട് തോന്നണം. ദർ ഷുഡ് ബി എ റീസൺ, ഷുഡ് ബി എ ഡിസയർ. തിരിച്ചു പോകാനൊരു കാരണം വേണമല്ലോ, അത് ഉണ്ടാവണം. ഹൈലി പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ഹാബിറ്റ് ഫോമിംഗ് പ്രൊഡക്ട്സ് ഒക്കെ ഹൈ റിട്ടൻഷനുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും. എന്താണ് ബാഡ് റിട്ടൻഷൻ കൊണ്ടുവരാൻ ചാൻസ് ഉള്ളത്? ഒബ്വിയസ്ലി ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, പേഴ്സണലൈസ്ഡ് അല്ലാത്ത കോണ്ടൻസ് ആണെങ്കിൽ, ഇഫ് ദർ ഈസ് നോ ഡിസയർ ടു ഗോ ബാക്ക്, ഇഫ് ദർ ഈസ് നോ ഹൂക്ക്, അപ്പോൾ എന്തായാലും ഒബ്വിയസ്ലി റിട്ടൻഷൻ കുറവായിരിക്കും. ബഗി എക്സ്പീരിയൻസസ്, ലോട്ട് ഓഫ് ഇറേഴ്സ്, ഇതൊക്കെ റിട്ടൻഷൻ ഇവഞ്ച്വലി കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. ഇഫ് യു ടേക്ക് അഗൈൻ ഇൻസ്റ്റാഗ്രാം ആസ് ആൻ എക്സാമ്പിൾ, ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാം അവരെ ബട്ടൺസും കാര്യങ്ങളൊക്കെ മാറ്റാറുണ്ട്, കാര്യങ്ങളൊക്കെ റീഅറേഞ്ച് ഒക്കെ ചെയ്യാറുണ്ട്. ആ സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ചില സമയം ബട്ടൺ പ്ലേസ്മെൻ്റ് ഒക്കെ ലൈക്ക് ഓരോ ഫംഗ്ഷൻ്റെ കാര്യങ്ങൾ പ്ലേസ്മെൻ്റ് ഒക്കെ മാറുന്ന സമയത്ത് ആ ടൈം പീരീഡ് ഇപ്പോൾ എനിക്ക് പോലും യൂസ് ചെയ്യാൻ ഒരു മടിയായിരിക്കും. സോ അങ്ങനത്തെ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ റിട്ടൻഷൻ എപ്പോഴും താഴോട്ടാക്കാണ് പോവുക, റൈറ്റ്? ബിക്കോസ് നമ്മൾ യൂസ്ഡ് ആയ കാര്യം പെട്ടെന്ന് മാറി, അവരത് മാറ്റിയ ഒബ്വിയസ്ലി റീസൺസ് ഉണ്ടാവും. ബട്ട് ആസ് യൂസർ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ബ്രേക്ക് ആയപ്പം ഒബ്വിയസ്ലി ലോ റിട്ടൻഷൻ ആവും. സോ കീപ്പ് ഇൻ മൈൻഡ്, ഇതാണ് റിട്ടൻഷൻ, കോംപ്ലിക്കേറ്റഡ് ആവശ്യമില്ല. സോ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എൻഗേജ്മെൻറ്റ്. സിമ്പിൾ ആക്കിയിട്ട് പറയുകയാണെങ്കിൽ, ലെറ്റ്സ് സേ നിങ്ങൾ പുറത്ത് പോയപ്പോൾ നിങ്ങളുടെ കോളേജിൽ പഠിച്ച ഫ്രണ്ടിനെ കണ്ടു. സോ നിങ്ങൾ ഹായ് പറഞ്ഞു, നിങ്ങൾ ആകെ 1 മിനിറ്റേ സംസാരിച്ചുള്ളൂ. ഓക്കെ, യു സ്റ്റാർട്ടഡ് ടോക്കിംഗ് ബട്ട് ജസ്റ്റ് 1 മിനിറ്റോ 30 സെക്കൻഡ്സേ സംസാരിച്ചുള്ളൂ. നിങ്ങൾ കുറേ കാലത്തിന് ശേഷം കാണാണ്. അപ്പോൾ അത് യു സ്റ്റാർട്ടഡ് എ തിങ് ബട്ട് എൻഗേജിങ് ആയില്ല, അത് ലോ എൻഗേജ്മെൻ്റ് ആണ്, റൈറ്റ്? സോ ഇഫ് യു ആർ യൂസിങ് ആൻ ആപ്പ്, നമ്മൾ കയറി ഫീച്ചറൊന്നും യൂസ് ചെയ്യുന്നില്ല, പെട്ടെന്ന് ബാക്കൗട്ട് ഇതാവാണ്. ഒരു നമ്മളൊരു ഷോപ്പിൽ പോയി, ഷോപ്പിൽ ലൈക്ക് എൻഗേജ്മെൻറ്റ് കുറവാണ്, വി ആർ നോട്ട് എൻഗേജിങ്, വി ആർ ജസ്റ്റ് ലുക്കിംഗ് ആൻഡ് പിന്നെ ഓക്കെ മെല്ലെ പോവാണ്. സോ ദാറ്റ് ഈസ് ലോ എൻഗേജ്മെൻറ്റ്. തിങ്ക് ഓഫ് ലൈക്ക് വീഡിയോ ഗെയിംസ്, റൈറ്റ്? വീഡിയോ ഗെയിംസ് നമ്മൾ ഹവേഴ്സ് ആൻഡ് ഹവേഴ്സ് പ്ലേ ചെയ്യും, ക്യാരക്ടർ അപ്ഗ്രേഡ് ചെയ്തിട്ടും പോയിന്റ്സ് കളക്ട് ചെയ്തിട്ടും. സോ ഇഫ് ഇറ്റ് ഈസ് ഗുഡ് വീഡിയോ ഗെയിം, വിൽ പ്ലേ ഫോർ ഹവേഴ്സ്, റൈറ്റ്? അതെന്താണ്? ഹയർ ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ് ഉണ്ട്. വി സ്റ്റാർട്ടഡ് പ്ലേയിങ്, വി കെപ്റ്റ് ഫോർ ലോങ് ടൈം, ദാറ്റ് ഈസ് കോൾഡ് ഹയർ എൻഗേജ്മെൻറ്റ്. അതായത് ഹൗ മച്ച് യൂസേഴ്സ് ഇൻട്രാക്ട് വിത്ത് എ ഡിജിറ്റൽ പ്രോഡക്റ്റ്, റൈറ്റ്? ഇൻട്രാക്റ്റീവ് ഫീച്ചേഴ്സ്, സ്മൂത്ത് UI, ഒബ്വിയസ്ലി ഗുഡ് എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് നല്ല എൻഗേജ്മെൻറ്റ് ബ്രിങ് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ. കൺഫ്യൂസിങ് നാവിഗേഷൻസ്, ടു മെനി സ്റ്റെപ്സ്, ബാഡ് ക്വാളിറ്റിയുള്ള കോണ്ടൻസ്, ഇതൊക്കെയാണ് ഒബ്വിയസ്ലി ബാഡ് എൻഗേജ്മെൻറ്റ് ഉണ്ടാവും. യൂട്യൂബ് എടുക്കാം. യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ വാച്ച് ചെയ്യാണ്, അത് നമ്മൾ ഫുള്ള് കാണുകയും ചെയ്യാണ്, ലൈക്കും ചെയ്യാണ്, കമൻറ്റും ചെയ്യാണ്. സോ ദാറ്റ്സ് better engagement. If you are using Amazon, നമ്മൾ ആമസോൺ കയറാണ്, we are browsing products, we are adding to cart, we are wishlisting things, that's called good engagement. We are engaging with like every sort of features, activities in an app, right? Session duration, how long ഒരു യൂസർ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഗേജ്ഡ് ആവുന്നുണ്ട്, വീക്ക്ലി ഉള്ള എൻഗേജ്മെൻറ്റ്, ലൈക്ക് മന്ത്ലി ഉള്ള എൻഗേജ്മെൻറ്റ്, ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ലൈക്ക് മെട്രിക്സ് അളന്നുകൊണ്ടാണ് നമുക്ക് എൻഗേജ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്താൻ പറ്റുക. ആക്ഷൻസ് പെർ സെക്ഷൻസ്, ഫീച്ചർ യൂസേജ് ഒക്കെ ഇതിൽ പെടുന്ന കാര്യങ്ങളാണ്. ബട്ട് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടേംസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ സെയിം ആയിട്ട് തോന്നും. ബട്ട് ഓരോന്നിനും അതിൻ്റേതായ ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നൗ ലെറ്റ്സ് ഡിസ്കസ് യൂസർ ഫ്ലോ. ഒബ്വിയസ്ലി ടേമിൽ തന്നെ നമുക്ക് മീനിങ് സെൻസ് ചെയ്യാൻ പറ്റും. യൂസർ ഫ്ലോ, യൂസർ പോകേണ്ട ഫ്ലോ, റൈറ്റ്? ഓർ ഫോർ എക്സാമ്പിൾ
ലെറ്റ്സ് സേ ഇഫ് യു ആർ ഗോയിങ് ടു നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോവാണ്, ഓക്കെ, ആഷസ് കാണാൻ വേണ്ടിയിട്ട്, ഓസ്ട്രേലിയ വേഴ്സസ് ഇംഗ്ലണ്ട് സീരീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇംഗ്ലണ്ടിൽ പോവാണ്. യുവർ ജേർണി സ്റ്റാർട്ട്സ് ഫ്രം കേരള, ഓക്കെ, ബട്ട് യുവർ ഗോൾ ഈസ് ടു വാച്ച് ആഷസ് മാച്ചസ് കാണാനാണ് ഗോൾ. ബട്ട് അഗെയിൻ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്, കേരളത്തിൽ നിന്നാണ്. സോ നിങ്ങൾ ഇവിടുത്തെ ട്രാവലിംഗ്, അവിടെ എത്തുന്നത്, അവിടുത്തെ അക്കോമഡേഷൻ, സ്റ്റേഡിയത്തിലുള്ള എക്സ്പീരിയൻസ്, അവിടുത്തെ ക്യൂവിലുള്ള എക്സ്പീരിയൻസ്, ഓവറോൾ ക്രൗഡ് എക്സ്പീരിയൻസ്, എവറിത്തിങ് മാറ്റേഴ്സ് ടു ഫുൾഫിൽ അവർ ഗോൾ, റൈറ്റ്? അപ്പോൾ നമ്മൾ ആ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് കടന്നു പോയാൽ മാത്രമേ, അല്ലെങ്കിൽ ഫ്ലോയിലൂടെ ജേണി കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതാണ് യൂസർ ഫ്ലോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ വാണ്ട് ടു റീചാർജ് മൈ മൊബൈൽ ത്രൂ ഗൂഗിൾ പേ, ദർ ഇസ് എ സെർട്ടൻ ഫ്ലോ. ആ സെർട്ടൻ സ്റ്റെപ്സ് എടുത്താൽ മാത്രമേ എനിക്ക് എൻ്റെ മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ലെറ്റ്സ് ഈച്ച് ഫ്ലോയിൽ എനിക്ക് മനസ്സിലാവുന്നില്ല, കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്, എനിക്ക് ഇറേഴ്സ് വന്നാൽ തന്നെ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് അറിയില്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ലൈക്ക് ബാഡ് യൂസർ ഫ്ലോ, റൈറ്റ്? ഐ വോണ്ട് എൻഡ് അപ്പ് ഗെറ്റിംഗ് റീചാർജിങ് മൈ ഫോൺ. അത് മോശം എക്സ്പീരിയൻസ് ആണ്. ഐ മൈറ്റ് നോട്ട് യൂസ് ഗൂഗിൾ പേ അഗെയിൻ. ഞാൻ ചിലപ്പോൾ ഫ്രണ്ടിന് റെഫർ ചെയ്യില്ല, അവർക്കൊരു കസ്റ്റമർ റെസ്റ്റായി. സോ ഭയങ്കര ക്രൂഷ്യലായിട്ട് കാര്യമാണ് യൂസർ ഫ്ലോ എന്ന് പറയുന്നത്. ആമസോൺ, ഊബർ, ഡുവലിംഗോ, ഹെഡ് സ്പേസ്, ഓൾ ഓഫ് ദിസ് ഗ്രേറ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് ഹാവ് ഗുഡ് യൂസർ ഫ്ലോസ്. ആൻഡ് ഒബ്വിയസ്ലി യൂസർ ഫ്ലോ ഒരു ഡിസൈനർ ചെയ്യുന്നത് ടു ഗെറ്റ് എ വിഷ്വലൈസേഷൻ ഓഫ് ദി ഫ്ലോ. എങ്ങനെയായിരിക്കും യൂസർ ട്രാവൽ ചെയ്യുന്നത് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ടുവാർഡ്സ് ദാറ്റ് പെർട്ടിക്കുലർ ഡിജിറ്റൽ ഗോൾ, റൈറ്റ്? ആൻഡ് ടീമിനും ഐഡിയ കിട്ടും. അതിലുപരി പെർട്ടിക്കുലർ ഡിസൈനർക്ക് വിൽ ഗെറ്റ് ആൻ ഐഡിയ, ഓക്കെ, ഈ ഒരു ഫ്ലോയിൽ യൂസർക്ക് എങ്ങനെ ബെറ്റർ എക്സ്പീരിയൻസ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, അഗൈൻ ഇഫ് യു വാണ്ട് ടു റീചാർജ് മൈ മൊബൈൽ ത്രൂ ആൻ ആപ്പ്, ലെറ്റ്സ് സേ ഞാൻ പ്ലാൻസിൻ്റെ സെക്ഷനിൽ എനിക്ക് പ്ലാൻ കമ്പയർ ചെയ്തൊരു ഓപ്ഷൻസ് വേണം വെക്കാം. സോ അറ്റ് ദാറ്റ് ഫ്ലോ, അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് എൻ്റെ എക്സ്പീരിയൻസ് കൂടാണ്. ദ ഡിസൈനർ ക്യാൻ ഗോ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ടു ദി മാനേജർ, ഹേ ബോസ്, നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കൊടുത്താൽ ഇറ്റ് വിൽ എൻഹാൻസ് ദി എക്സ്പീരിയൻസ്, റൈറ്റ്? സോ ഇങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് റാൻഡമലി മാപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല യൂസർ ഫ്ലോ നമ്മൾ ചെയ്യുന്നത്. സോ എന്തൊക്കെയാണ് നല്ല യൂസർ ഫ്ലോ കൊണ്ടുവരുന്ന ഫാക്ടേഴ്സ്? സ്മൂത്ത് നാവിഗേഷൻസ്, കുറഞ്ഞ ഡെഡ് എൻഡ്സ്, ലൈക്ക് ക്ലിയർ ലേബിൾസ്, ക്ലിയർ കോണ്ടന്റ് റൈറ്റിങ്സ്, ഇതൊക്കെയാണ് നല്ല യൂസർ ഫ്ലോ കൊണ്ടുവരുന്ന കാര്യങ്ങൾ. സോ വെൻ സെറ്റിംഗ് യൂസർ ഫ്ലോസ്, യൂസേഴ്സിൻ്റെ മെയിൻ പ്രൈമറി ഗോൾസ് എഴുതി വെക്കുക. ആൻഡ് ഈച്ച് ഗോളിൻ്റെ അണ്ടറിൽ, ഓക്കെ, ഇഫ് ദിസ് യൂസർ വാണ്ട് ടു ഗെറ്റ് ടു ദിസ് പോയിന്റ്, വാട്ട് വിൽ ബി ദി ഐഡിയൽ ഫ്ലോ, ആൻഡ് അറ്റ് ഈച്ച് പോയിന്റ് ഞാൻ എന്തെങ്കിലും ആഡ് ചെയ്യണോ ടു മേക്ക് എക്സ്പീരിയൻസ് ബെറ്റർ. ദാറ്റ്സ് ഹൗ ഇറ്റ് ഷുഡ് ബി ഡൺ, റൈറ്റ്? ഇറ്റ്സ് മച്ച് ബെറ്റർ വേ. So that's pretty much about user flow. Now let's understand pain point. And ഇതിൽ തന്നെ അർത്ഥമുണ്ട്. യൂസറുടെ പെയിൻ പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അതായത് നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബ്രോ IRCTCൻ്റെ ആപ്പിൽ ട്രെയിൻ ബുക്ക് ചെയ്യുന്ന ഈ സെക്ഷൻ ഭയങ്കര മോശമാണ്, ഇവരെന്താണ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇവർക്ക് ഇത് റീഡിസൈൻ ചെയ്തൂടെ, ഇങ്ങനെയൊക്കെ. അത് ആക്ച്വലി ഒരു പെയിൻ പോയിന്റ് ആണ്. സോ ആസ് ഡിസൈനേഴ്സ് നമ്മുടെ ഉത്തരവാദിത്തമാണ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് യൂസേഴ്സ്. നമ്മൾ യൂസേഴ്സായിട്ട് ഇടവൈകിട്ട് നമ്മൾ ഇങ്ങനത്തെ പെയിൻ പോയിൻറ്റ്സ് കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇഫ് ദെയർ ഈസ് ഓപ്ഷൻസ് ടു സോൾവ് ഇറ്റ്, വി നീഡ് ടു സോൾവ് ഇറ്റ്. സോ ഇതിനാണ് പെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ യൂസേഴ്സിന് ഉണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ്, സ്ട്രഗിൾ, ദേഷ്യം, ഇതിനൊക്കെയാണ് പെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. IRCTCൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ചില ആപ്സിലൊക്കെ OTP വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ വന്നിട്ടുണ്ടാവില്ല. കുറേ കഴിഞ്ഞിട്ടായിരിക്കും വരിക, നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടാവും, റീഫ്രഷ് അടിക്കുന്നുണ്ടാവും, പക്ഷെ വന്നിട്ടുണ്ടാവില്ല. ഇനി ഇവൻ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ആണെങ്കിൽ പോലും യൂസറുടെ പെർസ്പെക്റ്റീവിൽ അതൊരു മോശം എക്സ്പീരിയൻസ് ആയിട്ട് മാറും. അതൊരു പെയിൻ പോയിന്റ് തന്നെയാണ്. അപ്പം തന്നെ OTP വേണമെങ്കിലോ ഓർ he or she is in an urgent situation, again വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു, അതൊരു പെയിൻ പോയിന്റ് ആണല്ലോ. സോ പെയിൻ പോയിന്റ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മൂത്തർ പ്രോസസ്സ്, ലൈക്ക് സിംപിളർ ആക്ഷൻസ്, ക്ലിയർ ആയിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യുക, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് പെയിൻ പോയിന്റ്സ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക. പെയിൻ പോയിന്റ്സിന് എപ്പോഴും വേഴ്സ് ആക്കണത് അൺനെസസറി സ്റ്റെപ്സ്, ടു മെനി കോംപ്ലിക്കേറ്റഡ് തിങ്സ്, കുറേ എറേഴ്സ്, ബഗ്സ്, യൂസർക്ക് താങ്ങാൻ പറ്റാത്ത കുറേ എറേഴ്സ്, ബഗ്സ്, ഇതൊക്കെയാണ് മെയിൻലി എന്താണ് പെയിൻ പോയിന്റ് വേഴ്സ് ആക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ. സോ ആസ് ഡിസൈനേഴ്സ് യൂസേഴ്സിൻ്റെ പെയിൻ പോയിന്റ്സ് മനസ്സിലാക്കൽ നമ്മുടെ ഡ്യൂട്ടിയാണ്. ചിലപ്പോൾ അവർക്ക് പറഞ്ഞു തരാൻ അറിയില്ലായിരിക്കും. വി ഷുഡ് എൻഗേജ് വിത്ത് ദം, മാപ്പ് things with our various research methods. We should always try to understand their pain points effectively. Onboarding. What is onboarding? Simply പറയുകയാണെങ്കിൽ, ലെറ്റ്സ് സേ നിങ്ങൾ കോളേജിൻ്റെ ഫസ്റ്റ് ഡേ ആണ്, ഓക്കെ. നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് ഡേ യൂഷ്വലി ക്ലാസ്സസ് ആയിരിക്കില്ല. ഫസ്റ്റ് ഡേ നിങ്ങളവിടെ ടീച്ചേഴ്സിനെ പരിചയപ്പെടും, കൂടെ പഠിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടും, ഹോൾ കോളേജ് പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യും. ഇതാണ് യൂഷ്വലി സംഭവിക്കുക. ഇതാണ് ഓൺബോർഡിംഗ് എന്ന് പറയുന്നത്. യു ബോട്ട് ദി അഡ്മിഷൻ ആൻഡ് ദി കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് യു ആർ ഗെറ്റിംഗ് ഇനീഷ്യൽ. അതായത് എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലാവണം, എങ്ങനെയാണ് ഒരു കോളേജ് വർക്ക് ആവുന്നതെന്ന് മനസ്സിലാക്കണം, ഹൗ ഇറ്റ് വർക്ക്സ്, ദി എൻറ്റയർ സിസ്റ്റം ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. അത് മനസ്സിലാക്കി തരുന്ന, യൂസർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഓൺബോർഡിംഗ് എന്ന് പറയുന്നത്. ഇഫ് യു ഗോ ടു എ റിസോർട്ട്, ഇഫ് ഇറ്റ് ഈസ് എ ഗുഡ് സർവീസ് തരുന്ന സ്ഥലമാണെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് ലൈക്ക് തറവിലി കാണിച്ചു തരും എന്താണ് ഈച്ച് പ്ലേസസ്, കാര്യങ്ങൾ, സോ ദാറ്റ് വി ക്യാൻ എക്സ്പ്ലോർ അവർ ഓൺ ലേറ്റർ. ഇത് തന്നെയാണ് ആപ്സിനും വെബ്സൈറ്റ്സിനും വേണ്ടത്, റൈറ്റ്? സോ ഇനീഷ്യലി ഒരു യൂസർക്ക് ആപ്പിനെ കുറിച്ച് കൂടുതൽ അറിയില്ലായിരിക്കും, ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമേ കിട്ടിയിട്ടുണ്ടാവും. സോ അറ്റ് ദാറ്റ് ടൈം ലൈക്ക്
നല്ല ഓൺബോർഡിംഗ് ആണെങ്കിൽ ഹി ഓർ ഷീ വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ഈ ആപ്പ് എന്തിനാണ്, എനിക്ക് എന്തൊക്കെ യൂസസ് കിട്ടും, ഓക്കെ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആൻഡ് ഒബ്വിയസ്ലി പ്രൊഡക്ട്സ് ഇത് യൂസ് ചെയ്യുമ്പം ഒരു പെർട്ടിക്കുലർ ആപ്പിനോ പ്രൊഡക്റ്റിനോ യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യണമെങ്കിൽ ദേ ക്യാൻ കളക്ട് ഇൻ ഓൺബോർഡിംഗ് ആസ് വെൽ. ബിക്കോസ് ഓൺബോർഡിങ്ങിൽ ചില ഇൻഫോർമേഷൻ കളക്ട് ചെയ്താൽ മാത്രമാണ് if a product want to give personalized content അല്ലെങ്കിൽ tailored ആയിട്ട് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ need to collect some information. സോ അതും ഓൺബോർഡിങ്ങിൽ ചെയ്യാൻ പറ്റും. നോഷൻ, ക്യാൻവ, ഫിഗ്മ, ഡുവോലിംഗോ, ഗ്രാമർലി, ഇതിനൊക്കെ എന്താണ് വേൾഡ് ക്ലാസ് ഓൺബോർഡിംഗ് പ്രോസസ്സ് ഉണ്ട് വിച്ച് ഗിവ്സ് മച്ച് നൈസ് ഡിലൈറ്റ്. നമ്മൾ എപ്പോഴും ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും ആൻഡ് വിൽ റെഫർ ടു അതർ പീപ്പിൾ ആസ് വെൽ. സോ തിങ്ക് ഓഫ് ഇറ്റ്, ഇനീഷ്യലുള്ള ആ ഒരു ഇംപ്രഷൻ മിസ്സായിട്ടുണ്ടെങ്കിൽ that will create a big dip, right? So onboarding is very crucial. So short clear instructions, പ്രോപ്പർലി ഷെയ്ഡ് ഇല്ലാത്ത രീതിയിൽ എന്താന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇഫ് കളക്ടിങ് ഡാറ്റാസ് എന്തിനാണത് ലൈക്ക് ഓപ്പൺലി പറഞ്ഞുകൊണ്ട് ആ ഡാറ്റ കളക്ട് ചെയ്യുക. കൂടുതൽ വേണ്ടാണ്ട് യൂസറുടെ കുറേ ടൈം എടുക്കാണ്ടിരിക്കുക. ഓക്കെ, ഒബ്വിയസ്ലി എടുക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ KYC ഒക്കെ ഫിൽ ചെയ്യുന്നുണ്ടല്ലോ ഓൺബോർഡിങ്ങിൽ, അതൊക്കെ ടൈം എടുക്കും. അല്ലാണ്ട് വേണ്ടാണ്ട് കുറേ ടൈം എടുക്കാണ്ട് ആ ഒരു ഫ്രിക്ഷൻ കൂട്ടാണ്ട് നിൽക്കുക. വിഷ്വൽ വർക്ക് ത്രൂസ് ആഡ് ചെയ്യുക. നമ്മൾ വീഡിയോ ഡെമോസ് വിഷ്വലായിട്ടുള്ള വർക്ക് ത്രൂ ട്യൂട്ടോറിയൽസ് ഒക്കെ കാണാറുണ്ട്. സോ അതൊക്കെ ആഡ് ചെയ്താൽ ഇറ്റ് വിൽ ഗെറ്റ് മച്ച് ബെറ്റർ. ഓൺബോർഡിങ് മച്ച് ബെറ്റർ ആവും. ഫോഴ്സ്ഡ് ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യിപ്പിക്കാണ്ടിരിക്കുക. യൂസേഴ്സിന് ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യുന്ന പോലെ തോന്നരുത്. സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കുക. നല്ല ഓൺബോർഡിംഗ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ ആ ഫ്ലോയിൽ ചെയ്തു പോകും. നമ്മളൊരു പണി എടുക്കുന്നതായിട്ട് നമുക്ക് തോന്നില്ല. സോ ആസ് ഡിസൈനേഴ്സ് വി നീഡ് ടു കെയർഫുള്ളി ക്രാഫ്റ്റ് ഓൺബോർഡിംഗ് അക്കോർഡിംഗ് ടു ദി നേച്ചർ ഓഫ് ദി പ്രോഡക്റ്റ്. നമ്മുടെ യൂസറാണ്, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ലാംഗ്വേജിൽ സംസാരിക്കണം, അവർക്ക് മനസ്സിലായ ടേം യൂസ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ഓൺബോർഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് പ്രെറ്റി മച്ച് അബൌട്ട് ഓൺബോർഡിംഗ്. A/B ടെസ്റ്റിംഗ്. ആൻഡ് ഒബ്വിയസ്ലി ലൈക്ക് അതേഴ്സ്, പേര് തന്നെ അർത്ഥമുണ്ട്, റൈറ്റ്? A വേർഷൻ, B വേർഷൻ, ടെസ്റ്റിംഗ്. ഐ വിൽ ഗിവ് എ സിമ്പിൾ എക്സാമ്പിൾ. ലെറ്റ്സ് നിങ്ങൾ ഒരു സ്റ്റോറിൽ പോയി ടീ-ഷർട്ട് മേടിക്കാൻ വേണ്ടിയിട്ട്, ആൻഡ് അവിടെ പറയാണ് എന്താണ് പർപ്പസ് എന്ന്. സോ ഫാമിലി ഫംഗ്ഷന് വേണ്ടിയിട്ടാണെന്ന് പറയണം. സോ അവിടെ സെയിൽസിൽ നിൽക്കുന്ന ആൾ പറയാണ്, ബ്രോ ഐ വിൽ ഗിവ് യു 2 ഓപ്ഷൻസ് ബട്ട് ഐ ഡോണ്ട് നോ വിച്ച് ഇസ് ബെസ്റ്റ്, യു നീഡ് ടു ട്രൈ ചെയ്തിട്ട് നോക്കാം. സോ 2 ഓപ്ഷൻ വെച്ചിട്ട് വി ആർ ഗോയിങ് ടു ഫൈൻഡ് വിച്ച് ഇസ് ദ ബെസ്റ്റ് വൺ. അതാണ് A/B ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെറ്റ്ഫ്ലിക്സ് ഡിഫറെൻറ്റ് പോസ്റ്റേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും മറ്റേ ടൈം. സൊമാറ്റോ ഡിഫറെൻറ്റ് ബാനേഴ്സ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും മറ്റേ ടൈം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാറില്ല. നമ്മൾ പല ആപ്സിലും കണ്ടിട്ടുണ്ടാവും. സോ ദേ മൈറ്റ് ബി ടെസ്റ്റിംഗ്, റൈറ്റ്? സോ എന്തുകൊണ്ടാണ് നമ്മൾ A/B ടെസ്റ്റിംഗ് കൺസിഡർ ചെയ്യേണ്ടത്? സോ വെൻ വി ഡു A/B ടെസ്റ്റിംഗ് നമുക്ക് റിയൽ ഡാറ്റ കിട്ടും. നമ്മളൊരു അസംഷനിലോ ഊഹത്തിലോ എല്ലാ കാര്യങ്ങൾ ഡിസൈൻ ഡിസിഷൻസ് ചെയ്യാം. വിൽ ഹാവ് പ്രോപ്പർ ഡാറ്റ, റൈറ്റ്? പ്രോപ്പർ വാലിഡേഷൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഫാസ്റ്ററായിട്ട് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് യു ആർ വർക്കിംഗ് ഇൻ എ ടീം ആൻഡ് ഓൾ, എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടും. ക്ലട്ടറും കാര്യങ്ങളും നോയ്സും കൺഫ്യൂഷനും ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഓൾസോ കുറേ കാര്യങ്ങൾ നമ്മൾ അറ്റ് എ ടൈം ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ എഫക്റ്റീവായിട്ട് നമുക്ക് ടെസ്റ്റിംഗ് വർക്ക് ആവാൻ ചാൻസ് ഇല്ല. ബിക്കോസ് കുറേ കാര്യങ്ങൾ വരുമ്പോൾ ദർ ഇസ് ഹയർ ചാൻസ് ദാറ്റ് ഇറ്റ് ക്യാൻ ഫെയിൽ, റൈറ്റ്? ആൻഡ് റിയൽ യൂസേഴ്സിനെ ഇൻവോൾവ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഡാറ്റ കാര്യങ്ങളൊന്നും കിട്ടില്ല. ബിക്കോസ് യൂസേഴ്സിനെ നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു ഹൈപ്പോത്തസിലാണ് പോകുന്നത്. അതിലൊരു വാലിഡേഷനോ കാര്യങ്ങളൊന്നും നമുക്ക് ബാക്ക് ചെയ്യാനുണ്ടാവില്ല. So that is A/B testing. So if you are a designer who is already working, or if you are a beginner, we need to dig more into A/B testing, കുറേ മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ ഇട്ട്, and you should do whenever you get a chance to do A/B testing. And എല്ലാ സിറ്റുവേഷനിലും എല്ലാ എസെൻഷ്യൽ സിറ്റുവേഷനിലും നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം, റൈറ്റ്? ബട്ടൺസ്, കളർ വേരിയേഷൻസ്, കാർഡ്സ്, കോണ്ടന്റിൽ വരെ നമുക്ക് A/B ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. കോണ്ടന്റ് വേരിയേഷൻസിൽ വരെ.